അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നൊരുപാട് ദിക്റുകളും ദുആകളും അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഇസ്മുകളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളുടെ ആഗ്രഹം, മനസ്സിലുള്ള ആഗ്രഹം സഫലീകരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്താൽ നേടിയെടുക്കാൻ പറ്റും. അപ്പം അതൊക്കെ അതിൻ്റെതായ മഹത്വങ്ങളുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് ഒരു സൂറത്തിനെ കുറിച്ചാണ്. ഒരു ഖുർആനിൽ ഒരു ചെറിയൊരു സൂറത്തിനെ കുറിച്ചാണ്. അപ്പം അതേതാ സൂറത്ത്, എങ്ങനെയാണ് ഓതേണ്ടത് എന്നൊക്കെ നോക്കാം. അപ്പം ഈ സൂറത്ത് എന്ന് പറയുന്നത് അധികം ആൾക്കാർക്കും അറിയുണ്ടാവില്ല. കാരണം ഇതൊന്നും അത്ര പറയപ്പെടുന്ന സൂറത്തല്ല. പക്ഷേ അതിമഹത്തായ ഒരു സൂറത്താണ് സൂറത്തു നൂഹ്. 28 ആയത്തുള്ള സൂറത്ത്, ഖുർആനിലെ 71ാമത്തെ സൂറത്താണ് സൂറത്തു നൂഹ്. അപ്പം ചെറിയൊരു സൂറത്താണ്. സൂറത്തിനെ പറയപ്പെടുന്നത്, ആരെങ്കിലും ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ, അള്ളാഹുവിന് എന്തെങ്കിലും കാര്യം ചോദിച്ച് ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അവന് നിറവേറ്റി കൊടുക്കുന്നതാണ് എന്നാണ്. കിതാബുകളിൽ പറയപ്പെടുന്നത്, ഒരാൾ സൂറത്തുൽ നൂഹ് പാരായണം ചെയ്തു അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മനസ്സിലെ മഹത്തായ ഉദ്ദേശങ്ങൾ സഫലമാക്കാൻ വഴിയൊരുക്കുമെന്നാണ്. അപ്പോൾ അത്രയും മഹത്താക്കപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തു നൂഹ്. അപ്പം ഈ ഒരു സൂറത്ത് നമ്മൾ ഓതേണ്ട രീതി എന്ന് പറയുന്നത്, നാം നമസ്കാരം ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് 5 വക്ത് നമസ്കാരം നിലനിർത്തുക എന്നാണ്. അപ്പം ആ ഒരു 5 വക്ത് നിസ്കാരം നിലനിർത്താതെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ഫസ്റ്റായിട്ട് 5 വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുക. അതോടൊപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളും ചെയ്യുക. അപ്പം ഈ ഒരു സൂറത്ത് ഓതേണ്ട സമയം എന്ന് പറയുന്നത്, ളുഹർ നമസ്കാര ശേഷം 1 തവണയോ അല്ലെങ്കിൽ 3 തവണയോ ഓതാവുന്നതാണ്. അപ്പം ഈ ഒരു സൂറത്ത് ഓതുന്നതോടൊപ്പം നമ്മുടെ മനസ്സിലെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ കരുതിക്കൊണ്ട് ഓതുക. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മളെങ്ങനെയാണ് ദുആ ചെയ്യേണ്ടത് എപ്പോഴും പറഞ്ഞ് നമ്മൾ മനസ്സുരുകി അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ് വേണ്ടത് അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചോദിക്കുക. എന്ത് തന്നെ ആയാലും ഒന്നിക്ക് 3 ദിവസം കൊണ്ട് നിങ്ങൾക്കത് സഫലീകരിച്ച് കിട്ടും. അല്ലെങ്കിൽ ഒരാഴ്ച. നിങ്ങൾ ഓതുന്നത് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ നമുക്കത് കിട്ടിയില്ല എന്ന് കരുതി നിങ്ങളത് വിട്ട് കളയരുത്. തുടർന്ന് ഓതിക്കൊണ്ടിരിക്കുക. അതിൻ്റെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു തആല എന്തായാലും നിങ്ങൾക്ക് തരും. കാരണം അനുഭവം ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. ഞാൻ പല കാര്യങ്ങളും ചെയ്തിട്ട് എനിക്ക് ആ ഒരു സമയത്ത് ആ ഒരു ഓതിയൊരു സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് ലേറ്റ് ആയിട്ടാലും ഒരാഴ്ച കഴിഞ്ഞിട്ടാലും 2 ആഴ്ച നമുക്കത് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പറയുകയാണ്, എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മനസ്സിൽ എന്തായാലും എനിക്കിത് കിട്ടും എന്ന വിശ്വാസത്തിൽ ചെയ്യുകയാണെങ്കിൽ എന്തായാലും അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തന്നിരിക്കും. ഇൻഷാ അല്ലാഹ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.